ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗീ റൈസ് ആണ്, അതായത് നെയ്ച്ചോറ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് വെറും 5 മിനിറ്റിനുള്ളിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 3/4 കിലോ ജീരക റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ ചെറിയ റൈസാണിത്. ഇതിനെ ഞാൻ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കേ ചെയ്യുന്നുള്ളൂ. ഇതിനെ കൂടാതെ പിന്നെ നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കാഷ്യൂനട്ടും റൈസിൻസും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായും അതുപോലെ പട്ടയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്ന പാൻ എടുക്കുക. അടി കട്ടിയുള്ള പാൻ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും ഇട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട്സും റൈസിൻസും ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ ഈ നെയ്യിൽ നിന്നും കോരി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് സെയിം പാനിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ട് വേണം സവാള ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ സവാള ഫ്രൈ ആയി വരില്ല, സോഫ്റ്റ് ആയി പോവേ ചെയ്യുള്ളൂ. ഇപ്പൊ സവാള നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെയും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കോരിയിട്ട് നമ്മൾ കാഷ്യൂ നട്ട്സും റൈസിൻസും ഫ്രൈ ചെയ്ത് വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് റൈസ് വേവിക്കണം. ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ റൈസ് വേവിക്കേണ്ടത്. ഇതേ നെയ്യിൽ തന്നെയാണ് റൈസ് കുക്ക് ചെയ്യേണ്ടത്. ഇതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി, അതായത് ഡബിൾ വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഈ ഡബിൾ വെള്ളം നമുക്ക് ഈ പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ടയും ഏലക്കായും ഒക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ഗീ റൈസിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കറക്റ്റ് ഉപ്പിൻ്റെ അളവായിട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 3/4 കപ്പ് റൈസ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തിളച്ചു വരും കേട്ടോ. തിളച്ചു വരുന്നത് വരെ ഇതിനെ അടച്ചു വെക്കുകയോ ചെയ്യരുത്. അപ്പം നമ്മുടെ റൈസ് സോഫ്റ്റ് ആയി പോവുകയാണ് ചെയ്യുക. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം കണ്ടോ, ഇത് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ചു വരാൻ തുടങ്ങിയാൽ നമ്മൾ ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വരും. കണ്ടോ, ഇപ്പം നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും റൈസിൻസും സവാള ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ
ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്